ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 2 മുതൽ 13 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിക്കുന്നത്. ഈശോ തന്റെ ദൈവിക മഹത്വം തന്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക. ഈശോ രൂപാന്തരപ്പെടുമ്പോൾ അവന്റെ വസ്ത്രങ്ങൾ വെണ്മയുള്ളതും തിളക്കമുള്ളതുമായി മാറി എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ പത്രോസ് ഈശോയോട് പറയുകയാണ്, നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്, നമുക്ക് 3 കൂടാരങ്ങൾ പണിയാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മളും ഈ ശിഷ്യന്മാരെ കണക്കാണ്. പലപ്പോഴും നമുക്ക് നേട്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനോട് പ്രത്യേക ജാഗ്രത നമ്മൾ കാണിക്കാറുണ്ട്. അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ, പ്രാർത്ഥനയുടെ നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മളും ഈ ശിഷ്യന്മാരെ കണക്ക് ഒരു പ്രത്യേക ജാഗ്രത അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കാണിക്കാറുണ്ട്. ജീവിതത്തിൽ ഇത്തരം അനുഭവങ്ങൾ മാത്രം മതി എന്ന് ചിന്തിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെല്ലാം. ശിഷ്യന്മാരും ഇതുപോലെ ഈശോയോട് പറയുകയാണ്, നമുക്ക് 3 കൂടാരങ്ങൾ ഉണ്ടാക്കി ഇവിടെ പാർക്കാം. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മൾ ഈ അനുഭവങ്ങളിൽ മാത്രം നിന്നാൽ പോരാ. അനുഭവത്തിൽ നിന്ന് ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനായിട്ട് നമുക്ക് കഴിയണം. ഈ അനുഭവങ്ങൾ ജീവിതത്തിൽ ദൈവം തരുന്നത് അതൊരു പക്ഷെ ജീവിതത്തിന്റെ ചില പരുവരുത്ത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം നമുക്ക് കിട്ടേണ്ടത് ഇത്തരം പ്രാർത്ഥനയുടെ നല്ല അനുഭവങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് മിശിഹായിൽ സ്നേഹമുള്ളവരെ, മഹത്വത്തിന്റെ താബോർ ദർശിച്ചവന് ഞെരുക്കങ്ങളുടെ കാൽവരി കയറാനുള്ള ബലം ഉണ്ടാകണം. ആ ബലം നമുക്ക് കിട്ടുക ഇത്തരത്തിൽ താബോർ അനുഭവങ്ങളിൽ നിന്നാണ്. പ്രാർത്ഥനയുടെ നല്ല അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഊർജവും കരുത്തും ഒക്കെയാകണം ജീവിതത്തിന്റെ ചില യാഥാർത്ഥ്യങ്ങൾ, കൈപ്പേറുന്ന വേദനിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ പിടിച്ചു നിൽക്കാനുള്ള ബലം നമുക്കുണ്ടാകേണ്ടത് ഇത്തരം താബോർ അനുഭവങ്ങളിൽ നിന്നുമാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 2 ഫേസുകൾ ഈശോയിലേക്ക് കാണുന്നുണ്ട്. ഒന്ന്, ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് അത്ഭുതങ്ങളുടെ ഒരു ലോകമാണ്. പിന്നെ ക്ലേശങ്ങളുടെ ഒരു കാലഘട്ടവും. ഇതും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. അത്ഭുതങ്ങളും ചില ഞെരുക്കങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, പലപ്പോഴും ദൈവ അനുഭവങ്ങളും പ്രാർത്ഥനാ അനുഭവങ്ങളും ഒക്കെ നമുക്ക് ജീവിതത്തിൽ സ്വീകരിക്കുന്നവരാണ് നമ്മൾ എല്ലാവരും. ആ ഒരു അനുഭവത്തിൽ മാത്രം നിന്നാൽ മാത്രം പോരാ. അവിടെ നിന്ന് നമുക്ക് താഴേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കണം. ഈശോ ഇറങ്ങിയതുപോലെ, ഈശോയെ പോലെ നമുക്കും ഈ മഹത്വത്തിന്റെ താബോറിൽ നിന്ന് ഞെരുക്കത്തിന്റെ താഴ്വരകളിലേക്ക് ഇറങ്ങാം. ഈശോയുടെ ഈ ഒരു രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ പോലെ മഹത്വത്തിന്റെ താബോറിൽ നിന്ന് ഞെരുക്കത്തിന്റെ താഴ്വരകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, വേദന അനുഭവിക്കുന്നവരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ, ജീവിതത്തിലെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ഈശോ നേരിട്ടതുപോലെ നേരിടാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവാനുഗ്രഹപ്രദമുള്ള ദിവസം ആശംസിക്കുന്നു. ആമീൻ.